രാജ്യം നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ തിരക്കിലമരുമ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ട് ഇന്ധനവില കുതിച്ചുയർന്നേക്കാമെന്ന് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറെടുക്കുന്നതായാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിലവിൽ ഇത്തരം ആലോചനകളില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എണ്ണ കമ്പനികൾ നേരിടുന്ന കനത്ത സാമ്പത്തിക ബാധ്യത വോട്ടെടുപ്പിന് ശേഷം വില പരിഷ്കരണത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിന് പ്രധാനമായും രണ്ട് അന്താരാഷ്ട്ര കാരണങ്ങളാണുള്ളത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഇസ്രായേൽ-ഇറാൻ സംഘർഷങ്ങൾ എണ്ണ വിതരണ ശൃംഖലയെ സങ്കീർണമാക്കിയതാണ് ഇതിൽ ആദ്യത്തേത്. അതോടൊപ്പം തന്നെ ലോകത്തെ സുപ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഉയരാനും കാരണമായതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 എന്ന നിരക്കിലേക്ക് ഉയർന്നാൽ ആ ആഘാതം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിൽ ഇന്ധനവില ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ റീറ്റെയിൽ വിലയിൽ മാറ്റം വരുത്താത്തത് എണ്ണ കമ്പനികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏകദേശം 270 ബില്യൺ രൂപയുടെ പ്രതിമാസ നഷ്ടമാണ് കമ്പനികൾക്ക് ഈ ഇനത്തിൽ സംഭവിക്കുന്നത്. രാജ്യത്തിന്റെ എണ്ണ ഇറക്കുമതി അളവിൽ 13 മുതൽ 15% വരെ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ആഗോള വിപണിയിലെ വിലക്കയറ്റം മൂലം പ്രതിദിനം 190 മുതൽ 210 ദശലക്ഷം ഡോളർ വരെ അധിക ചെലവ് ഭാരതത്തിന് താങ്ങേണ്ടി വരുന്നു. ഇന്ധനവില വർദ്ധിക്കുമെന്ന വാർത്തകൾ കാട്ടുതീ പോലെ പടരുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. വില വർധന സംബന്ധിച്ച് നിലവിൽ യാതൊരു ആലോചനയുമില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനാണ് ഇത്തരം വാർത്തകൾ നൽകുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വില വർദ്ധിപ്പിക്കാതിരിക്കുകയും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ കമ്പനികൾക്ക് വില കൂട്ടാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മുൻകാല അനുഭവങ്ങളാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഏപ്രിൽ 29-ന് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എണ്ണ കമ്പനികൾ വില പരിഷ്കരണം നടപ്പിലാക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇന്ധനവില വർധനവ് സാധാരണക്കാരന്റെ ജീവിതത്തെ പല തലങ്ങളിൽ പ്രതികൂലമായി ബാധിക്കും. ഇന്ധനവില ഉയരുന്നത് സ്വാഭാവികമായും ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും ഇത് പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ ബസ്, ഓട്ടോ, ടാക്സി തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളുടെ നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് ജനങ്ങളുടെ ദൈനംദിന ചെലവുകൾ വർദ്ധിപ്പിക്കും. നിലവിൽ രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയും സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുകയും ചെയ്യും. ഇന്ത്യയിലെ 70% ചരക്ക് നീക്കവും റോഡ് മാർഗമാണ്. ഡീസൽ വില കൂടുമ്പോൾ ലോറി വാടക വർദ്ധിക്കുകയും അത് അരി, പച്ചക്കറി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയാക്കുകയും ചെയ്യും. കൂടാതെ കൃഷി ആവശ്യങ്ങൾക്കായി പമ്പുകൾ ഉപയോഗിക്കുന്ന കർഷകർക്കും ഇത് വലിയ തിരിച്ചടിയാകും. ഒറ്റയടിക്ക് 28 രൂപ വർദ്ധിപ്പിക്കുന്നത് വലിയ ജനരോഷത്തിന് കാരണമാകുമെന്നതിനാൽ സർക്കാർ അനുമതി നൽകിയാലും കമ്പനികൾ ഘട്ടം ഘട്ടമായി മാത്രമേ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളൂ. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന് ആശ്വാസമായിട്ടുണ്ടെങ്കിലും എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വില വർധന അനിവാര്യമാണെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം. ഇന്ധനവില വർധനവ് വെറും ഒരു സാമ്പത്തിക പ്രവചനം മാത്രമല്ല, മറിച്ച് സാധാരണക്കാരന്റെ ജീവിത താളം തെറ്റിക്കാനുള്ള കനത്ത പ്രഹരമാണ്. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന് ആശ്വാസമായിട്ടുണ്ടെങ്കിലും എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വില വർധന അനിവാര്യമാണെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയും എണ്ണ കമ്പനികളുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഉയർത്തുന്ന ഭീഷണി സർക്കാർ തള്ളിക്കളയുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ യാഥാർത്ഥ്യം മറനീക്കി പുറത്തുവരുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയിൽ നേരിയ കുറവ് വരുത്തിയിരുന്നു. ഇത് ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ ആ ആനുകൂല്യം അപ്രസക്തമായിരിക്കുകയാണ്. എണ്ണ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന ഈ ഇളവുകൾ അവരുടെ ഭീമമായ നഷ്ടം നികത്താൻ പര്യാപ്തമല്ലെന്നാണ് സാമ്പത്തിക വിശകലന വിദഗ്ധർ പറയുന്നത്. ആഗോളതലത്തിൽ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ മറ്റ് രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ഇന്ധനവിലയിൽ 55% വർധന രേഖപ്പെടുത്തുകയും ഡീസൽ വില ലിറ്ററിന് 520 പാകിസ്ഥാനി രൂപ വരെ എത്തുകയും ചെയ്തത് ദക്ഷിണേന്ത്യൻ മേഖലയിലാകെ വലിയ സാമ്പത്തിക അസ്ഥിരതയുണ്ടാക്കുമെന്ന് ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു.
പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ ഇന്ത്യയെ കൂടാതെ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയും വിതരണ ശൃംഖലയെയും വിദേശ നാണയ ശേഖരത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് IMF നിരീക്ഷിക്കുന്നു. ഈ സാഹചര്യം ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്ന പണപ്പെരുപ്പ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായി പല രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള ആശ്രയം കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സൗരോർജ്ജം പോലുള്ള ബദൽ സംവിധാനങ്ങളിലേക്കും വേഗത്തിൽ മാറാൻ പദ്ധതിയിടുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഇന്ധനവില വർധനവ് ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധിയുടെയും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പ്രതിഫലനമായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഇന്ധനവില വർദ്ധിക്കാൻ മറ്റൊരു പ്രധാന കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വാങ്ങുന്നത് ഡോളറിലായതിനാൽ രൂപയുടെ മൂല്യം കുറയുന്നത് ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടുന്നു. ഇത് ആത്യന്തികമായി ആഭ്യന്തര വിപണിയിൽ ലിറ്ററിന് 2 മുതൽ 3 രൂപ വരെ അധികമായി വർദ്ധിപ്പിക്കാൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നു. 1 രൂപയുടെ വർധനവ് പോലും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള അടുക്കളകളെ ബാധിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ലിറ്ററിന് 25 രൂപയിലധികം വർദ്ധിക്കുന്നത് വിനാശകരമായ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. വിപണിയുടെ സമ്മർദ്ദവും ജനങ്ങളുടെ പ്രതിഷേധവും തമ്മിലുള്ള ഈ വടംവലിയിൽ ആത്യന്തികമായി ആര് ജയിക്കുമെന്നത് തിരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെ നിർണായകമാണ്.